അപ്പോൾ ഇന്ന് നമുക്ക് ശകലം ചെറുപയറും കഞ്ഞിയും കൂടെ കുക്കറിൽ വേവിച്ച് പിന്നെ പപ്പടം പൊരിച്ച് മാങ്ങയച്ചാർ കൂട്ടി അത്താഴത്തിന് അങ്ങനെ ഒരു വിഭവമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇല്ല, ഒരാൾക്ക് മാത്രം. ബാക്കി എല്ലാവർക്കും ചോറ് വേണം. കഞ്ഞിയും പയറും ഒന്നും ആർക്കും ഇഷ്ടമില്ല. അപ്പം ഞാനിന്ന് ശകലം കഞ്ഞിയും പയറും ആക്കാമെന്ന് വിചാരിച്ചോട്ടോ. പപ്പടം ഇട്ടുന്നുണ്ട്, പപ്പടം പൊരിക്കണം. പിന്നെ ഇത് ഉപ്പും ചോറും കൂടെ ഇട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും പയർ വേണ്ട. ഈ പയർ കുറച്ച് കോരി എടുക്കണം തോരൻ വെക്കാനായിട്ട്. ബാക്കി കുറച്ച് പയറിനകത്തേക്ക് കുറച്ച് കഞ്ഞി ചേർത്ത് വേവിക്കാനാട്ടോ. അപ്പോൾ ഇത് അല്പം കൂടെ വേകാനുണ്ട്. അപ്പോൾ ഒരു വിസിലടിക്കുന്നോടം വരെ ഒന്ന് വേവിക്കണം. എന്നിട്ട് നമുക്ക് അച്ചാറും ചെറുപയറും അരിയും കൂടി ഇട്ട് വെച്ചാൽ ചെറുപയർ കഞ്ഞിയും പപ്പടം പൊരിച്ചതും കൂട്ടി നമുക്ക് അത്താഴം കുടിക്കാം കേട്ടോ. അപ്പം ചെറുപയർ വെന്തത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. അത് നമുക്ക് തോരൻ വെക്കാനായിട്ടാണ്. തേങ്ങ ചേർത്ത് ഉള്ളിയൊക്കെ ചേർത്ത് കടുക് ചേർത്ത് തോരനായിട്ട് മാറ്റി വെക്കണം. പിന്നെ ബാക്കി കുറച്ച് ചെറുപയറിനകത്തേക്ക് കഞ്ഞിയും കോരിയിട്ട് ഉപ്പും ഇട്ട് ഒഴിച്ച് പകുതി വെന്ത കഞ്ഞിയാണ് കേട്ടോ. പകുതി വെന്ത കഞ്ഞി വെന്ത പയറും അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് മീനാണ്. മീൻ പയറും കഞ്ഞിയുടെ കൂടെ കൂട്ടാനല്ല കേട്ടോ, അല്ലാത്ത ചോറ് കഴിക്കാനാണ് മീൻ മറക്കാൻ വെച്ചേക്കുന്നത്. പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ പപ്പടം പൊരിച്ച എണ്ണയിലേക്ക് അല്പം മുളക് മുറിച്ചിട്ട് സവാളയൊക്കെ ഇട്ട് വഴറ്റി തേങ്ങ ചതച്ചതും ഇട്ട് ചെറുപയർ തോരൻ വെക്കാം നമുക്ക്. മെഴുക്കുവരട്ടിയല്ല, തോരനും അല്ലാത്ത രീതിയിലാവും. അപ്പോൾ കുറച്ച് ചെറുപയർ നമുക്ക് തോരൻ വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാട്ടോ ഇതാണ്. ഇച്ചിരി വെളുത്തുള്ളിയുണ്ട്, കുഞ്ഞു സവാള, കുട്ടി സവാള ഇല്ലല്ലോ, ഒന്ന് വെന്ത് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വാടി വരുമ്പോഴത്തേന് പച്ചച്ചവയൊന്ന് മാറും. അപ്പോൾ വെള്ളം പറ്റി വരുമ്പോൾ നമുക്ക് ഈ പയറിട്ട് എടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഇനി പ്ലേറ്റിൽ കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് അത്താഴത്തിനുള്ള കറിയാട്ടോ ഇത്. മീൻ മറച്ചത് ഉണക്കമീൻ രാവിലത്തെ അല്പം കറിയായിരുന്നു കേട്ടോ. അതിനൊന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ ഇപ്പം വേവിച്ച് തോരൻ വെച്ച് ചെറുപയർ കഴിക്കുന്നവർക്ക് ഇതൊക്കെയാണ് കറികൾ. ഇതുണ്ട് മീൻ മറച്ചത് ഒക്കെ ഉണ്ട് ായിട്ട്. അപ്പം അതിനുള്ള കറി പപ്പടം പൊരിച്ചതുണ്ട്. മാങ്ങ അച്ചാർ. ഈ മാങ്ങ അച്ചാർ ശകലം കോരിയിട്ട് കലക്കി ഈ ചെറുപയറും കഞ്ഞിയും കൂടെ കുടിക്കണം.